ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മാക്സിമം എല്ലാ ആഴ്ചയും ഈ സീരീസിൽ ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കാം. പക്ഷേ ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം ഞാൻ മുമ്പും പല പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്ത് പലപ്പോഴും നിർത്തിയതാണ്. കാരണം ഞാൻ ഒരു യൂട്യൂബർ എന്ന നിലയിൽ അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. എങ്കിലും ഞാൻ ശ്രമിക്കുന്നതാണ് മാക്സിമം. അപ്പോൾ ഇന്ന് വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു അനാലിസിസ് മെത്തേഡാണ് സ്മാർട്ട് മണി കൺസെപ്റ്റ്സ്. ഇതിനെക്കുറിച്ചുള്ള പല വീഡിയോസ് ഓൺലൈൻ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരു വീഡിയോ സീരീസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അധികം ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല, എങ്കിലും നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ട്രേഡിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ വീഡിയോയിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് പയേഴ്സ് അപ്സ്റ്റോക്സ് പോലുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതായത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള നമ്മുടെ ബേസിക് കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചിരുന്നതാണ്. ഇത് പലപ്പോഴും ട്രേഡ് എടുക്കുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടാവും, നിങ്ങളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ട്രേഡിന് എതിരായിട്ടും പ്രൈസ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്താൽ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത ശേഷം പ്രൈസ് മൂവ് ചെയ്യുന്നത്, ഇതൊക്കെ പലപ്പോഴും ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. ഇതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് ഈ സ്മാർട്ട് മണി കൺസെപ്റ്റിൻ്റെ ചില അനാലിസിസ് മെത്തേഡ്സ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. നമ്മുടെ എൻട്രി എക്സിറ്റ് കാര്യങ്ങൾ പെർഫെക്റ്റ് ചെയ്യാനും നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആക്കാനും എല്ലാം, പിന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ട്രെൻഡ് അനാലിസിസ് ബെറ്റർ ആക്കാനും ഇതിലെ ചില കൺസെപ്റ്റുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആദ്യം തന്നെ ഇതിൻ്റെ പേരിലുള്ള സ്മാർട്ട് മണി കൺസെപ്റ്റ്, ഈ സ്മാർട്ട് മണി എന്താണെന്ന് നോക്കാം. നമ്മുടെ മാർക്കറ്റിൽ നോർമൽ നമ്മളെ പോലെ റീറ്റെയിലേഴ്സ് ഉണ്ട്, അതുകൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡേഴ്സും ഉണ്ട്. സ്മാർട്ട് മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ വിഭാഗം, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡേഴ്സ് ആണ്. അതായത് ബാങ്കുകൾ, ഹെഡ്ജ് ഫണ്ടുകൾ, വലിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരെയാണ് ഈ ഒരു സ്മാർട്ട് മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ട് അങ്ങനെ പറയാൻ കാരണം അവർക്കാണ് മാർക്കറ്റിനെ വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നത്. കാരണം അവർ വലിയ ഫണ്ടുകൾ വെച്ച് ട്രേഡ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ ആക്ഷനും മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ അവർക്ക് പറ്റും. ഒരിക്കലും ഒരു റീറ്റെയിൽ ട്രേഡർ വിചാരിച്ചാൽ ഒരു മാർക്കറ്റിനെ മൂവ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അത് എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും മാർക്കറ്റിൻ്റെ വലിയ മൂവ്മെൻറ്റും കാര്യങ്ങളും കൊണ്ടുവരുന്നത്. ഇപ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സ് ഓരോരുത്തരും ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിൻ്റെ ക്യാപിറ്റലിനെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു ക്യാപിറ്റലായിരിക്കും പല റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ കയ്യിലുണ്ടാകുന്നത്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെയല്ല, കോടികൾ വെച്ചിട്ടുള്ള ട്രാൻസാക്ഷൻസാണ് അവർ നടത്തുന്നത്. അതിൽ തന്നെ പലപ്പോഴും അവർ ചെയ്യുന്നത് പൊസിഷണൽ ട്രേഡിംഗ് ആയിരിക്കും. അപ്പോൾ വലിയ ക്വാണ്ടിറ്റി ആയിരിക്കും അവർ കളക്ട് ചെയ്യേണ്ടത് അവർക്ക്. അപ്പോൾ ആ ഒരു പൊസിഷൻ എടുക്കാൻ വേണ്ടി തന്നെ അവർക്ക് ചിലപ്പോൾ ചില മൂവ്മെൻറ്റുകൾ മാർക്കറ്റിൽ ചെയ്യേണ്ടി വരും. അവർക്ക് ഈ എൻട്രി എടുക്കാൻ പോലും ചിലപ്പോൾ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ നമുക്ക് സ്മാർട്ട് മണി കൺസെപ്റ്റ് കൂടുതൽ പഠിക്കുന്നതിനനുസരിച്ച് ചെയ്യാം. പിന്നെ റീറ്റെയിലേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം നോക്കുകയാണെങ്കിൽ സാധാരണ റീറ്റെയിലേഴ്സ് ബേസിക് ആയിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസ്, ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും, സാധാരണ അനാലിസിസ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൾട്ടി ഫാക്ടർ അനാലിസിസ് ആയിരിക്കും. അതായത് പല കാര്യങ്ങളും, വെറും ടെക്നിക്കൽസ് മാത്രമായിരിക്കില്ല അവർക്ക് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാവും. ഈവൻ അവർക്ക് വേണ്ട പൊസിഷൻസ് അക്വയർ ചെയ്യാൻ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാവും. അതായത് ഇത്രയും വലിയ ക്യാപിറ്റൽ കൊണ്ട് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ ഓരോ ആക്ഷനും മാർക്കറ്റിൽ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ കാരണമാവുന്നത്. എന്തുകൊണ്ടാണ് സ്മാർട്ട് മണി കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്? നമ്മൾ മുമ്പ് കുറച്ച് കാര്യങ്ങൾ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞതാണ്. ഒന്ന് അക്യുമുലേഷൻ സോണ്, ഡിസ്ട്രിബ്യൂഷൻ സോണ്. അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വൈക്കോഫിൻ്റെ അനാലിസിസ് നോക്കുന്ന സമയത്ത് പഠിച്ചതാണ്. അവിടെ ഉപയോഗിച്ച ചില കൺസെപ്റ്റുകൾ ഇതിൽ ആവശ്യം വരും. പിന്നെ സ്റ്റോപ്പ് ഹണ്ട് മൂവ്, പിന്നെ പെട്ടെന്നുണ്ടാകുന്ന പ്രൈസിലുള്ള വലിയ മൂവ്മെൻറ്റുകൾ, ഇതൊക്കെ സ്മാർട്ട് മണിയുടെ ആക്ഷൻസ് കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ട്രേഡിംഗ് സഹായിക്കുന്നതാണ്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയാൽ. അതുകൊണ്ട് തന്നെ സ്മാർട്ട് മണി കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയാൽ ബെറ്റർ ആയിട്ടുള്ള ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കാൻ നമ്മളെ സഹായിക്കും. അതായത് ജെന്യൂൻ ആയിട്ടുള്ള മാർക്കറ്റ് മൂവുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ജെന്യൂൻ ആണോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആണോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ റീറ്റെയിലേഴ്സിൻ്റെ ചില ട്രാപ്പുകൾ പെടുത്താറുണ്ട്, ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ ഈ ബിഗ് പ്ലെയേഴ്സിൻ്റെ ഒന്നിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതായത് അവർ പോകുന്ന അതേ ഡയറക്ഷനിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ വിന്നിംഗ് റേറ്റ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ ഈ കൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്ന വഴി നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോകളിൽ സ്മാർട്ട് മണി കൺസെപ്റ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളായ ഓർഡർ ബ്ലോക്ക്, ലിക്വിഡിറ്റി സോൺസ്, ഫെയർ വാല്യൂ ഗ്യാപ്സ്, അതുകൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് പാറ്റേൺസ്, ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഇതിൻ്റെ ബാക്കി വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചാൽ വേറൊരു ഗുണം കൂടി ഉണ്ട്, നിങ്ങൾക്ക് മിക്കവാറും അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസ് എന്തായാലും ലഭിക്കും. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ ഡിസ്കൗണ്ട് ബ്രോക്കറിൽ ഏതെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്.
അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ആ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു ബേസിക് കോഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.